വെൽക്കം ടു സ്മാർട്ട് ക്ലാസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്ലസ് ടുവിലുള്ള ടോപ്പിക്കാണ്. ദ ഹെഡിങ് ഈസ് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ്. ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ്. ഓക്കെ, എന്താണ് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ്? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇത് പഠിക്കുമ്പോൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഞാൻ റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് ഒരു ചാർജ്, ഞാൻ അവിടെ ഒരു ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരു ചാർജ് Q എന്ന് പറയുന്ന ചാർജ് V എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ബൈ മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ, ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിൾ മേക്ക് ചെയ്ത് എൻ്റർ ചെയ്യാണ്. ഓക്കെ, ആ ചാർജ് മൂവ് ചെയ്ത് വരുന്നത് ഒരു സ്ട്രെയിറ്റ് പാത്തിലാണ് ചാർജ് മൂവ് ചെയ്ത് വരുന്നത്. പക്ഷേ ഈ റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് ആ ചാർജ് കയറിയാൽ അതിന്റെ പാത്തിനൊരു ഡീവിയേഷൻ ഉണ്ടാവും. ഓക്കെ, ദിസ് ഈസ് ഡ്യൂ ടു ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ്. ക്ലിയർ? ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് F ഈക്വൽ ടു ബി. ബി മീൻസ് ദിസ് റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് ബി. ക്യൂ ചാർജ് വി, ബി ക്യൂ വി സൈൻ തീറ്റ. ഇതാണ് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഫോർമുല. F ഈക്വൽ എന്നാണ് ബി ക്യൂ വി സൈൻ തീറ്റ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമ്മളപ്പോ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാട്ട് ഹാപ്പൻ ടു ദ ചാർജ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്? എഴുതിക്കോ, എല്ലാവരും എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. വാട്ട് ഹാപ്പൻ ടു ദ ചാർജ് when it enters perpendicular to the magnetic field? അപ്പോൾ ദാണ്ട് ഇവിടെ നോക്കിക്കോ, ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ് എൻ്റർ ചെയ്യാണ്. എങ്ങനെ എൻ്റർ ചെയ്യാണ്? V എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഓടി വരുന്ന ചാർജ് നമ്മുടെ ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യാണ്. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യാണ്. ഓക്കെ അല്ലേ? ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ ആ ചാർജ് മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ ചെന്നിട്ട് സർക്കുലാർ ട്രാക്കിൽ കിടന്ന് മൂവ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. സോ യുവർ ആൻസർ ഈസ് ദ ചാർജ് വിൽ execute circular motion when it enters perpendicular to the magnetic field. Magnetic field perpendicular ആയിട്ട് എൻ്റർ ചെയ്താൽ ആ ചാർജ് സർക്കുലാർ ട്രാക്കിൽ കിടന്ന് കറങ്ങാൻ തുടങ്ങും. There is no change in speed. ചാർജിന്റെ സ്പീഡിന് വ്യത്യാസമില്ല എന്ന് എഴുതിക്കോളാം. ബട്ട് ഡിറക്ഷൻ ഓഫ് വെലോസിറ്റി കണ്ടിന്യൂസ്ലി ചേഞ്ചസ്. സോ വെലോസിറ്റി ചേഞ്ചസ്. ഓക്കെ, അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. When charge enters perpendicular to the magnetic field, the charge will execute circular motion. അവിടെ ഒന്നാമത്തെ കാര്യം, there is no change in speed but direction of velocity continuously changes, so velocity changes. ഓക്കെ ആണല്ലോ? എല്ലാവരും ഓക്കെ ആണല്ലോ? അപ്പൊ അതിന്റെ ഒരു കുഞ്ഞ് കൺസെപ്റ്റ് ഉണ്ട്. എല്ലാവരും ദാണ്ട് ഇവിടെ നോക്കിക്കോ. വേറൊന്നുമില്ല, ചാർജ് സർക്കുലാർ ട്രാക്കിലല്ലേ മൂവ് ചെയ്യുന്നത്. ചാർജ് സർക്കുലാർ ട്രാക്കിൽ മൂവ് ചെയ്യുമ്പോൾ ആ ചാർജിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. എന്നൊന്നുണ്ടായിരിക്കും, എഴുതിക്കോ, സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഫോർമുല എന്താ? mv²/r. r എന്ന് പറയുന്ന സർക്കുലാർ ട്രാക്കിന്റെ റേഡിയസ് ആണ്. ഓക്കെ ആണല്ലോ? ഇവിടെ ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെ എൻ്റർ ചെയ്തേ? പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്തേ. അതുകൊണ്ട് തന്നെ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ്? ബി ക്യൂ വി സൈൻ 90 എന്ന് നമ്മൾ എടുക്കും. ബി ക്യൂ വി സൈൻ 90. സൈൻ 90യുടെ വാല്യൂ 1 ആണ്. അങ്ങനെ ആവുമ്പോ mv²/r ഈസ് ഈക്വൽ ടു ബി ക്യൂ വി എന്ന് വരും. നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വെലോസിറ്റീസിനെ കട്ട് ചെയ്ത് കളയും. അങ്ങനെ നമുക്കിവിടെ റേഡിയസ് ഓഫ് സർക്കുലാർ ട്രാക്കിന്റെ ഫോർമുല കിട്ടുകയാണ്. റേഡിയസ് ഓഫ് സർക്കുലാർ ട്രാക്കിന്റെ ഫോർമുല ജസ്റ്റ് ഇയാളെ മേളിലോട്ട് കൊണ്ടുപോവാ. റേഡിയസ് ഓഫ് സർക്കുലാർ ട്രാക്ക് ആർ ഈക്വൽ ടു mv/bq എന്ന് കിട്ടുകയാണ്. ഇതാണ് റേഡിയസ് ഓഫ് സർക്കുലാർ ട്രാക്ക്. ചാർജ് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്യുമ്പോൾ ആ ചാർജ് സർക്കുലാർ ട്രാക്കിൽ മൂവ് ചെയ്യും. ആ സർക്കുലാർ ട്രാക്കിന്റെ റേഡിയസിന്റെ ഫോർമുലയാണ് മക്കളെ ഇത്. ഓക്കെ ആണല്ലോ? അടിപൊളിയല്ലേ? അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിയേ, ഇവിടെ മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒന്ന് പ്രോട്ടോൺ ഉണ്ട്, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. രണ്ടാമത് ഡ്യൂട്രോൺ ഉണ്ട്. മൂന്നാമത് ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഹീലിയം ന്യൂക്ലിയസ്. ഈ ക്വസ്റ്റ്യനിൽ മൂന്ന് ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രോട്ടോണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഡ്യൂട്രോണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആൽഫ പാർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഷോർട്ട് കട്ടാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. എല്ലാവരും എഴുതിയെടുത്തോണം. മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നതിനെ എം ആയിട്ട് എടുക്കുകയാണെങ്കിൽ മാസ് ഓഫ് ഡ്യൂട്രോൺ എന്ന് പറയുന്നതിനെ 2m ആയിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ
മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിളിനെ 4m ആയിട്ട് എടുത്തേക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചേക്കണം, എല്ലാവരും പഠിച്ചേക്കണം. അതേപോലെ ചാർജ് ഓഫ് പ്രോട്ടോണിനെ ഞാൻ E ആയിട്ട് എടുക്കുകയാണെങ്കിൽ ചാർജ് ഓഫ് ഡ്യൂട്രോണിനെ ഞാൻ E ആയിട്ട് തന്നെ എടുക്കും, വേറെ 2E കൊടുക്കില്ല. എന്നാൽ ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിളിനെ ഞാൻ 2E ആയിട്ട് എടുക്കണം. ഇത് എല്ലാവരും നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചേ പറ്റൂ. പിടികിട്ടിയല്ലോ, ഈ ഒരു ടേബിൾ പഠിച്ചേ പറ്റൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ ആൽഫ പാർട്ടിക്കിൾ, പ്രോട്ടോൺ, ഡ്യൂട്രോൺ ഇവരെല്ലാവരും കൂടി ഒരേ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് എൻട്രി ആണ് വിത്ത് സെയിം വെലോസിറ്റി. പിടികിട്ടിയോ നമ്മുടെ കണ്ടന്റ് പിടികിട്ടിയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ റേഡിയസിന് നമ്മൾ ഏത് ഫോർമുല കൊടുക്കും? റേഡിയസിന്റെ ഫോർമുല R=mv/bq എല്ലാവർക്കും അറിയാം. ഓക്കെ ആണല്ലോ. ഇവിടെ എല്ലാ പാർട്ടിക്കിൾസും, ഏതൊക്കെയാ പാർട്ടിക്കിൾസ്? പ്രോട്ടോൺ, ഡ്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ, ഈ 3 പേരും സെയിം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി സെയിം ആണ്. ഞാൻ ഒന്ന് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 പേരും ഒരേ മാഗ്നറ്റിക് ഫീൽഡിലോട്ടാണ് എൻട്രി ചെയ്യുന്നത്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഞാനൊന്ന് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം റേഡിയസ് പ്രൊപ്പോർഷണൽ ടു മാസ് ബൈ ചാർജ് എന്ന് ധൈര്യമായിട്ട് എഴുതാം. ഈ ഫോർമുല വെച്ചാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. റേഡിയസ് പ്രൊപ്പോർഷണൽ ടു മാസ് ബൈ ചാർജ്. ക്ലിയർ ആണല്ലോ. ഇനി ഓരോരുത്തരുടെ കാര്യം നമ്മൾ ഇവിടെ പറയാൻ പോണേ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, ആരും എണീറ്റ് പോകരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഞാൻ എഴുതാൻ പോകുന്നത് റേഡിയസ് ഓഫ് പ്രോട്ടോൺ. റേഡിയസ് ഓഫ് പ്രോട്ടോൺ പ്രൊപ്പോർഷണൽ ടു, നേരത്തെ ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞു, എല്ലാവരും നോക്കിയെന്ന് പറഞ്ഞ റേഡിയസ് ഓഫ് പ്രോട്ടോൺ പ്രൊപ്പോർഷണൽ ടു എന്താണ്? m/e. കഴിഞ്ഞു. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് റേഡിയസ് ഓഫ് ഡ്യൂട്രോൺ. റേഡിയസ് ഓഫ് ഡ്യൂട്രോൺ പ്രൊപ്പോർഷണൽ ടു മാസിന്റെ സ്ഥാനത്ത് എന്താ വരേണ്ടത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, മാസിന്റെ സ്ഥാനത്ത് എന്താ വരേണ്ടത്? 2m. ഓൾറെഡി നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞതാ, ഡിവൈഡഡ് ബൈ E. അതും കഴിഞ്ഞു. ഇനി ഒരേ ഒരാളെ ഉള്ളൂ, അതാരാണ്? റേഡിയസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. റേഡിയസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ പ്രൊപ്പോർഷണൽ ടു, അവിടെ മാസിന്റെ പ്ലേസിൽ എന്താ വരേണ്ടേ? ഒന്ന് നോക്കിയിട്ട് പറ, എന്തുവാണ് വരേണ്ടേ? മാസിന്റെ പ്ലേസിൽ 4m വരണം. ഓക്കെ അല്ലേ? ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എത്ര? ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എത്ര? ഒന്ന് നോക്ക്, ഒന്ന് മറിച്ച് നോക്കിയിട്ട് പറ, എന്താണ്? 2e. അപ്പൊ ഡിനോമിനേറ്ററിൽ 2e വരണം. അങ്ങനെ ആവുമ്പോ അവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അവിടെ കട്ട് ചെയ്തു പോകും. അങ്ങനെ റേഡിയസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ നിങ്ങൾക്ക് കിട്ടുകയാണ് പ്രൊപ്പോർഷണൽ ടു 2m/e എന്ന് കിട്ടുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താ കാണാനുള്ള? റേഡിയസുകളുടെ റേഷ്യോ. റേഡിയസ് എല്ലാം മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇനി റേഡിയസിന്റെ റേഷ്യോ മാത്രം പോരെ, എഴുതിക്കോ. റേഡിയസ് ഓഫ് പ്രോട്ടോൺ, ആദ്യം പ്രോട്ടോൺ ആണ് വന്നിരിക്കുന്നത്, ഈസ്റ്റു. രണ്ടാമത് റേഡിയസ് ഓഫ് ഡ്യൂട്രോൺ, ഈസ്റ്റു. മൂന്നാമത് റേഡിയസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈക്വൽ ടു, ഓരോരുത്തരുടെ വാല്യൂ മേളിലുണ്ട്, തൊട്ട് മേളിലിരിക്കുന്ന ഓരോ വാല്യൂസ് നമ്മൾ താഴോട്ട് എടുത്ത് എഴുതിയാൽ മതി. ആദ്യം നമുക്ക് വേണ്ടത് റേഡിയസ് ഓഫ് പ്രോട്ടോൺ ആണ്. എന്താണ്? മാസ് ബൈ E എഴുതി. റേഡിയസ് ഓഫ് പ്രോട്ടോണിന്റെ സ്ഥാനത്ത് മാസ് ബൈ E എഴുതി. ഈസ്റ്റു ഞാൻ അതുപോലെ ഇടുന്നുണ്ട്, ഇത് ഈസ്റ്റു ആണ്, വേറൊന്നുമല്ല. ഈസ്റ്റു ഞാൻ അതുപോലെ ഇട്ടു. രണ്ടാമത് റേഡിയസ് ഓഫ് ഡ്യൂട്രോൺ ഇവിടെ ഇരിപ്പുണ്ട്. എത്രയാണ്? നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിരിക്കുകയാണ്, 2m/e എഴുതി. വീണ്ടും നമ്മൾ ഈസ്റ്റ് വിടുകയാണ്. ഈസ്റ്റ് വിട്ടതിന് ശേഷം മൂന്നാമത് നമുക്ക് വേണ്ടത് റേഡിയസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. ഓൾറെഡി ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റേഡിയസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്താണ്? 2m/e. ഓക്കെ അല്ലേ? കോമൺ ആയിട്ട് വന്നിരിക്കുന്ന എല്ലാ ടേമുകളെയും നമ്മൾ കട്ട് ചെയ്ത് കളയും. m കട്ട് e കട്ട്. സോ യുവർ ഫൈനൽ ആൻസർ ഷുഡ് ബി 1:2:2. ഇതായിരിക്കും നിങ്ങളുടെ ഫൈനൽ ആൻസർ. 1:2:2 is the final answer. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കൺസെപ്റ്റ് ഏതാണ്? ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ്. എല്ലാവരും ഈ വീഡിയോ നല്ലപോലെ കണ്ട് പഠിക്കണം, നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. ആൻഡ് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. എക്സാം ടൈം ആണ്. ഓക്കെ, സോ ബി വിത്ത് സ്മാർട്ട് ക്ലാസ്. ഓക്കെ.